ഹായ്, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് താഴെയുള്ള ഒരു ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക, ഒരു ബട്ടൺ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ സീരീസ് ഡേ 21 ആണ്. ഇന്നത്തെ ഒരു ദിവസം അവസാനത്തെ ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കഞ്ഞിവെള്ളമാണ് എൻ്റെ തലയിൽ സ്പ്രേ ചെയ്ത് വിടുന്നത്. സ്കാൽപ്പിൽ മാത്രം സ്പ്രേ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പോലെ ഇത് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് എക്സ്ട്രാ കെയറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നീം ലീവ്സിൻ്റെ വെള്ളം, അതായത് നീം ലീവ്സ് ഉണ്ടാവുമല്ലോ, അത് ബോയിൽ ചെയ്തിട്ടുള്ള ഒരു വെള്ളം. ഓക്കെ, അതെടുത്തിട്ട് നിങ്ങൾ രണ്ടും മിക്സ് ചെയ്തിട്ട് തലയിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് വിടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് 21 ഡേയ്സിൻ്റെ ഒരു കറ്റാർവാഴയും പിന്നെ ഈ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഇത് ഹെയർ കെയർ സീരീസ് നടത്തുന്നത്. അപ്പോൾ ഇത് 21th ഡേ ആയതുകൊണ്ട് ഞാനൊരു കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കാണിക്കാം. എപ്പോഴും പോലെ എൻ്റെ മുടിയിലത്തെ എല്ലാം കെട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ഓവർ ആയിട്ടുള്ള സ്കാൽപ്പിൽ ഞാൻ മസാജ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ.
മസാജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോണി ടൈലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓവറോളായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പിന്നെ ഇനിയും കുറച്ച് കഞ്ഞിവെള്ളം നിങ്ങൾക്ക് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അത് റിൻസായിട്ട് നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. ഓക്കെ, പിന്നെ എപ്പോഴും ഈ വേനൽക്കാലത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. സ്കാൽപ്പിലത്തെ ഇൻഫെക്ഷൻസ് മാറാനും താരന് മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായി വെള്ളം കുടിക്കേണ്ടതാണ്. പിന്നെ ബോഡി ഹീറ്റ് ആവാതെ നോക്കണം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തെ നിങ്ങൾക്ക് ഇത് ഹെയർ കെയർ റെമഡി എന്ന് പറയുന്നത് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കണം. പിന്നെ റിസൾട്ട്സ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. പിന്നെ ആവുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ചാനലിൽ റീച്ച് ആവാൻ അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.